എക്സൈസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രണ്ടാമത് സംസ്ഥാന സമ്മേളനം ആലുവ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്നു. സംഘടനയുടെ രക്ഷാധികാരി വി അജിത് ലാൽ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ടി ജെയിംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടേഴ്സ് രോഗിയെ കാണുമ്പോൾ രോഗിയുടെ രോഗനിർണയം നടത്തുന്നത് പോലെ സാമൂഹ്യ വിപത്തിനെതിരെ പോരാടാൻ കഴിയുന്ന അനുഭവ സമ്പത്തുള്ള നിങ്ങൾക്ക് എങ്ങനെ ഈ ലഹരി മാഫിയ സംഘത്തെയും എങ്ങനെ ലഹരിയുമൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയുമെന്ന് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ അനുഭവമുള്ളവരാണ്. അനുഭവം ഏറ്റവും വലിയ അധ്യാപകരാണ്. അധ്യാപകന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ബോധവൽക്കരണത്തിന് വേണ്ടിയും നിയന്ത്രണത്തിന് വേണ്ടിയും ശക്തമായി പോരാടണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TN സുധീർ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VR രാജൻ, സ്വാഗത സംഘം ചെയർമാൻ PJ ഡേവിസ്, കൺവീനർ KP സെയ്ദ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. അതിനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടണം. ഇനിയെങ്കിലും സർക്കാർ ഈ സർക്കാരിന് വേണ്ട, ഏത് സർക്കാരായാലും എക്സൈസ് വകുപ്പിന്റെ ആവശ്യമായ സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടി ആ സേനയെ ശക്തിപ്പെടുത്തി അത് ഈ പറഞ്ഞ രാസലഹരി ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇന്ന് സുലഭമായി നമ്മുടെ കേരളത്തിൽ ഒഴുകുമ്പോൾ അതിനെ തടയാൻ വേണ്ടി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെ കുറ്റപ്പെടുകയില്ല. ഗവൺമെന്റ് അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റാഫ് കൂട്ടാൻ സാധിക്കും. യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗങ്ങൾ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ MLA സാജു പോൾ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് പൊതുവിൽ ഇല്ലാത്തൊരു സാക്ഷരത എന്ന് പറയുന്നത് പ്രവൃത്തി സാക്ഷരതയാണ്. ആ പ്രവൃത്തി സാക്ഷരത ഉണ്ടെങ്കിൽ നമ്മളെല്ലാം സംസ്കൃത ചിത്തരായി സംസ്കാര സമ്പന്നരായി ജീവിക്കും. സാക്ഷര സുന്ദര കേരളം എന്നാണ്, നൂതന വികസന സംസ്കാരമുള്ള കേരളം എന്നാണ്. അങ്ങനെ പ്രവൃത്തി സാക്ഷരത നമുക്കുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുമോ? നമ്മൾ ഈ പറയുന്ന മാലിന്യങ്ങൾ അലസമായി കൊണ്ടുപോയി വലിച്ചെറിയോ? ഇപ്പൊ നമ്മുടെ ജലസ്രോതസ്സുകൾ, ജലസംഭരണികൾ, ജലനിർഗമന മാർഗങ്ങൾ ഇതെല്ലാം അന്യാധീനമായി കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ പറയുന്ന നമ്മുടെ വീട്ടിലെ മാലിന്യമായാലും മറ്റ് അറവുശാലകളിലായാലും ഇതെല്ലാം കൊണ്ടുപോയി തള്ളാനുള്ള സ്ഥലമായിട്ട് നമ്മുടെ ഈ ജലസ്രോതസ്സുകളെ മാറ്റിയിരിക്കുകയാണ്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA K ഫൈസൽ, VK സലിം, മോഹൻ പുതിയോട്ടിൽ, N അശോകൻ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള VM ജോർജ്, പീതാംബരൻ, PN പുരുഷോത്തമൻ എന്നിവരെയും മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയ K രാമചന്ദ്രൻ, മോഹൻകുമാർ, T ജെയിംസ്, K സതീശൻ, മോഹൻ പുതിയോട്ടിൽ, MK ശ്രീകുമാരൻ, S മുഹമ്മദ് ഹസൻ, KM ജമാലുദ്ദീൻ എന്നിവരെയും കലാകായിക പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ബാലചന്ദ്രൻ, ഫ്രാൻസിസ് ബോസ്കോ, MS സജീവ് കുമാർ, ശ്യാം VG, പവിത്രൻ, 73-ാം വയസ്സിൽ MA സംസ്കൃതം പരീക്ഷ പാസായ K ശങ്കരൻ നാരായണൻ എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു. സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അവിട്ടം മീഡിയ ന്യൂസ്, ആലുവ.